നമുക്കൊരു വൺ ഡേ മാത്തേരൻ ട്രിപ്പ് പോയാലോ? രാവിലെ തന്നെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. എയറോളി ടു താനെ, താനെ ടു നെരൽ, അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം എയറോളി ടു താനെ ചെന്നപ്പോൾ കുറച്ച് ചിപ്സൊക്കെ വാങ്ങിച്ചു. AC ട്രെയിനിൽ പോകാനായിട്ടുള്ള ക്യൂ നിൽക്കലാണ് ഈ കാണുന്നത്. ഞങ്ങൾ ട്രെയിൻ വന്നപ്പോൾ നല്ല തിരക്കുണ്ട്. രാവിലെ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എങ്ങനെയൊക്കെയോ ആ ട്രെയിനിൽ കയറി അവിടെ ഞങ്ങൾ നെരൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അവിടെ നമുക്ക് ടാക്സി പിടിച്ചാണ് മാത്തേരനിൽ പോകുന്നത്. നല്ല കുത്തനെയുള്ള റോഡാണ്. റോഡ് സൈഡിൻ്റെ വ്യൂ ആണ്. നല്ല ഗ്രീനറിയാണ്. അടിപൊളിയായിരുന്നു കാണാനായിട്ട്. ടിക്കറ്റ് എടുത്ത് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു മാപ്പ് അവിടെ കാണും. നമുക്ക് ഏതൊക്കെ പോയിന്റിലാണ് പോകേണ്ടതെന്ന് ആദ്യം അവർ പറഞ്ഞു തരും. നമുക്ക് കുതിര വേണമെങ്കിൽ കുതിരയുടെ പുറത്ത് കയറി വേണമെങ്കിൽ നമുക്ക് പോകാം. കുറേ പോയിന്റുകൾ കാണാൻ പറ്റും. പക്ഷെ നല്ല റേറ്റ് ആയിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് നടന്നു പോകാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. പക്ഷേ കാല് വെച്ച് നടന്ന് പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ അറിയാമല്ലോ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ളതായിരിക്കും പോയിന്റുകൾ കാണാൻ പറ്റുക. ഒരു 2 ദിവസത്തെ ട്രിപ്പൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഫുള്ള് കണ്ടു തീർക്കാൻ പറ്റും. ഒരുപാട് റിസോർട്ടുകൾ അവിടെ അവൈലബിൾ ആണ്. നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ ഫുള്ള് കണ്ടിട്ടൊക്കെ നമുക്ക് വരാം. ഇത് ടോയ് ട്രെയിൻ പോകുന്ന വഴിയാട്ടോ. ഞങ്ങൾ അതുവഴിയാണ് നടന്നു പോയത്. അതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് റോഡും ഉണ്ട്. റോഡിലൂടെ വേണമെങ്കിലും പോകാം. ട്രെയിനിൻ്റെ ആ ഒരു പാതയിലൂടെ നമുക്ക് വേണമെങ്കിലും പോകാം. അങ്ങനെ നടന്ന് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. മാത്തേര റെയിൽവേ സ്റ്റേഷനാണ് നിന്നത്. അവിടെ നിന്നാണ് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് നടക്കുമ്പോൾ ഒരുപാട് സ്പോട്ടുകളായിട്ട് ഇങ്ങനെ വേർതിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഞങ്ങൾ ഒരു മാഗിയൊക്കെ കഴിച്ച് ഞങ്ങളുടെ എനർജി സ്റ്റോർ ചെയ്തു. എന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം നല്ല ക്ഷീണമുണ്ട്. നല്ല ദൂരം ഉണ്ടായിരുന്നു ആ റെയിൽവേ സ്റ്റേഷൻ വരെ. ഞങ്ങൾ ആദ്യം മൈറ പോയിന്റിലാണ് പോയത്. അവിടെ നല്ല കോടയായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. അതിനുശേഷം ഇത് നമുക്കിങ്ങനെ പാർക്ക് പോലെ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുക്കാനായിട്ട് ഇരിക്കാം. അതിൻ്റെ താഴത്തെ വ്യൂ ആണ് ഈ കാണുന്നത്. അടുത്ത ഞങ്ങൾ എക്കോ പോയിന്റിലോട്ടാണ് പോകുന്നത്. വഴിയെന്ന് പറഞ്ഞാൽ നിറയെ കുരങ്ങന്മാരാട്ടോ. കുരങ്ങന്മാരുടെ ശല്യം നന്നായിട്ടുണ്ടായിരുന്നു. ബാഗൊക്കെ എടുത്തുകൊണ്ട് പോകാനൊക്കെ ഒത്തിരി നോക്കി. അത് നമുക്ക് ഫുഡും കൊണ്ടൊന്നും പോകാൻ പറ്റത്തില്ല. ഒരു കവറിൻ്റെ കിലുക്കം കേൾക്കുമ്പോഴേ നമ്മൾ ബാഗ് ഇടിച്ച് മാറ്റാനും കയ്യിലുള്ള സാധനം തട്ടിപ്പറിച്ചെടുത്തുകൊണ്ട് പോകാനായിട്ട് പോകും. ഇതാണ് എക്കോ പോയിന്റ്. അടിപൊളിയായിരുന്നു. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്ര മനസ്സിലാവും എനിക്കറിയില്ല. പണ്ട് ഞങ്ങൾ ഇല്ലിക്കൽ കല്ലിൽ പോയതുപോലെ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അത്ര എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലം. നെക്സ്റ്റ് ഞങ്ങളുടെ പോയിന്റ് എന്ന് വെച്ചാൽ ഷാർലറ്റ് ലേക്കാണ്. അത്ര ക്ഷീണം മാറ്റാനായിട്ട് ചോളവും ഞങ്ങൾ മാങ്ങ പൊളിയതും ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നത് ഹണിമൂൺ പോയിന്റ് ആണ്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഫോറസ്റ്റ് ഏരിയ എന്നൊക്കെ തന്നെ പറയാം. അതുപോലെ നല്ല രസമാണ് ആ സ്ഥലം കാണാനായിട്ട്. എല്ലാ സ്പോട്ടുകളും തമ്മിലൊരു 1.5-3 കിലോമീറ്ററൊക്കെ വെച്ചാണ് ഡിസ്റ്റൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു 3-4 സ്പോട്ടുകൾ ഞങ്ങൾ കണ്ടു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് ഗൈസ്. അപ്പോൾ വന്ന പോലെ തന്നെ ഞങ്ങൾ ടാക്സി പോയാണ് തിരിച്ചു പോകുന്നത്. ലിപ്സ്റ്റിക് നമ്മൾ ഇടാൻ മറക്കില്ല തിരിച്ചു പോയാലും കേട്ടോ. അങ്ങനെ ട്രെയിൻ കയറി തിരിച്ചു പോയി. ബൈ.